നമ്മൾ ട്രിഗണോമെട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. അത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ് നമ്മളെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്നാണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്താണ്? രണ്ട് ആംഗിൾസിൻ്റെ സം 90 ആണെങ്കിൽ, രണ്ട് ആംഗിൾസിൻ്റെ സം 90 ആണെങ്കിൽ ആ രണ്ട് ആംഗിൾസിനെ നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കാം. വേറെ 20, 70, സം 90, അപ്പോൾ ഇതെല്ലാം എന്ത് ആംഗിൾസ് ആണ്? കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ ട്രിഗണോമെട്രിക് റേഷ്യോസിൽ കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും ഒക്കെ കുറച്ച് വാല്യൂസ് മാത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 30ലും 60ലും മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയാൽ സൈൻ 30 1/2 ആണ്. സൈൻ 30 1/2. ഇനി ഈ 1/2 കോസിലുമുണ്ട്. കോസിൽ ആ 1/2 വരുന്നത് എത്രയിലാണ്? 60യിലാണ് അല്ലേ? അപ്പോൾ സൈൻ 30 ഈക്വൽ ആണ് ആരാണ്? കോസ് 60. ശരിയല്ലേ? അതുപോലെ സൈനിൽ തന്നെ 60 എത്രയാണ്? √3/2 ആണ്. അപ്പോൾ കോസിൽ അത് √3/2 വരുന്നത് 30യിലാണ്. കോസ് 30 എന്ന് പറയുന്നത് സൈൻ 60ക്ക് ഈക്വലാണ്. കോസ് 30 സൈൻ 60 രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, സൈൻ 30 = കോസ് 60, കോസ് 30 സൈൻ 60 അല്ലേ? അപ്പോൾ ഇതിലെ കാര്യം നോക്കിയാൽ ഇവിടുത്തെ ആംഗിളിന്റെയും സം നോക്കിയേ, 30 + 60 90. ഇവിടെയും 30 + 60 90. അപ്പോൾ ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത് സൈനും കോസും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെന്നാണ് പറയുന്നത്. സൈനും കോസും കോംപ്ലിമെന്ററി ആണ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയ സൈനും കോസും കോംപ്ലിമെന്ററി ആണ്. അതായത് സൈൻ 90 - a = കോസ് a. സൈൻ 90 - a = കോസ് a. അല്ലെങ്കിൽ നോക്കിയാൽ മതി, സൈൻ എക്സാമ്പിൾ സൈൻ 90 - a, ആംഗിൾ ഏതെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് 30 എടുക്കാം. 30 90 - 30, എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? 30 കൊടുത്തു. അപ്പോൾ ഇവിടെ എക്ക് 30 കൊടുക്കണം. = കോസ് 30. ശരിയാണോ തെറ്റാണോ? സൈൻ 90 - 30 60. അപ്പോൾ സൈൻ 60 = ഇവിടെ എന്താണ്? കോസ് 30. സൈൻ 60 കോസ് 30. സൈൻ 60 കോസ് 30 കേട്ടോ. സൈൻ 90 - a = കോസ് a ഒന്നാമത്തതാണ്. ഇത് തിരിച്ചും പറയാം. കോസ് 90 - a = സൈൻ a. കോസ് 90 - a = സൈൻ a. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കോസ് 90 - എക്ക് പകരം നേരത്തെ എടുത്ത പോലെ 30 എടുക്കുന്നു. 30 = എക്ക് പകരം 30. ഇപ്പൊ ഇവിടെയും 30. സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 90 - 30 60. ഇപ്പൊ എന്തായി? കോസ് 60 = ആരാണ്? സൈൻ 30. നമ്മൾ എഴുതിയിട്ടുണ്ട്. സൈൻ 30 = കോസ് 60. സോ നമുക്ക് പറയാം സൈൻ 90 - a കോസ് a, അതുപോലെ കോസ് 90 - a സൈൻ a. അടുത്തത് ഇതേപോലുള്ള റിലേഷൻ നമ്മൾ നോക്കാൻ പോവാണ്. ടാനിലാണ് നോക്കാൻ പോകുന്നത്. ടാൻ 30 എന്താണ്? 1/√3 അല്ലെ? ടാൻ 30 = 1/√3. അതുപോലെ ഈ 1/√3 വരുന്ന കോട്ടിന്റെ വാല്യൂ ഏതാണ് നോക്കുക. കോട്ടില് 1/√3 എവിടെയാ വരുന്നു? 60യിലാണ് വരുന്നത്. കോട്ട് 60 ആണ് 1/√3 അല്ലെ? = കോട്ട് 60 അല്ലെ? ടാൻ 30 = കോട്ട് 60 = 1/√3. അതുപോലെ ടാനിന്റെ 60യിലെ വാല്യൂ എത്രയാണ്? √3 ആണ് അല്ലെ? ടാൻ 60 = √3 √3 വരുന്ന കോട്ടിന്റെ വാല്യൂ എവിടെയാണ്? 30യിലാണ്. അപ്പോൾ കോട്ട് 30. നേരത്തെ പറഞ്ഞ അതുപോലെ നോക്കി, ആംഗിൾസിന്റെ സം 30 + 60 90, 60 + 30 90. ഇതും എന്താണ്? കോംപ്ലിമെന്ററി ആണ്. അതായത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എഴുതാം. ടാൻ 90 - a = ടാനും കോട്ടും. ടാൻ 90 - a = കോട്ട് a. ടാൻ 90 - a = കോട്ട് a. തിരിച്ചും പറയാം.
കോട്ട് 90 മൈനസ് എ ഈസ് ഈക്വൽ ടു ടാൻ എ. ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻ 90 മൈനസ് എ കോട്ട് എ കോട്ട് 90 മൈനസ് എ ടാൻ എ. പറയാൻ പോകുന്നത് കൊസീക്കും സീക്കും ആണ്. സൈനും കോസും തമ്മിലാണ് റിലേഷൻ, ടാനും കോട്ടും തമ്മിലാണ് റിലേഷൻ. സൈൻ കോസ്, ടാൻ കോട്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളത് ആരൊക്കെയാണ്? കൊസീക്കും സീക്കും അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൊസീക് 30 cosec 30 2 cosec 30 is equal to 2 is equal to സീക്കില് 2 വരുന്നത് എവിടെയാണ്? 60 അല്ലെ. അപ്പോൾ is equal to sec 60. അതുപോലെ കൊസീക് പറഞ്ഞു 30 നോക്കി. അടുത്ത ഇനി നോക്കാൻ പോകുന്നത് 60. കൊസീക് 60 2/√3. കൊസീക് 60 is equal to 2/√3. കൊസീക് 60 2/√3 ആണ് എങ്കിൽ സീക്ക് 2/√3 വരുന്നത് എവിടെയാണ് നോക്കുക. സീക്കിൽ 2/√3 വരുന്നത് 30 ഡിഗ്രിയിലാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് 30. നേരത്തെ പറഞ്ഞ പോലെ ആംഗിൾ സം നോക്കുക. 30 + 60 90, 60 + 30 90. സോ ഇവിടെ സീക്കും കൊസീക്കും എന്താണ്? കോംപ്ലിമെന്ററി ആണ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എഴുതാം. കൊസീക് 90 മൈനസ് എ ഇസ് ഈക്വൽ ടു സീക്ക് എ. അതുപോലെ സീക്ക് 90 മൈനസ് എ ഇസ് ഈക്വൽ ടു കൊസീക് എ. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ് പറഞ്ഞത്. ഓർമ്മിക്കുക ആ ഓർഡർ അല്ലെ. പേഴ്സ് ഓർമ്മിച്ച് വെച്ചേക്കുക. സൈനും കോസും, അതുപോലെ സീക്കും കൊസീക്കും, ടാനും കോട്ടും. ഇത് ഒരുമിച്ച് തന്നെ പഠിച്ചു വെച്ചേക്കുക. സൈൻ കോസ്, അതുപോലെ ടാൻ കോട്ട്, സീക്ക് കൊസീക്ക്. കോംപ്ലിമെന്ററി ആംഗിൾസിൽ സൈൻ കോസ്, ടാൻ കോട്ട്, സീക്ക് കൊസീക്ക്. അതായത് സൈൻ 90 മൈനസ് എ, സൈനിൻ്റെത് കോസ്, അപ്പോൾ കോസ് എ. അതുപോലെ കോസ് 90 മൈനസ് എ സൈൻ എ, സൈനും കോസും. അടുത്തത് സീക്ക് കൊസീക്ക്. കൊസീക്ക് 90 മൈനസ് എ സീക്ക് എ. തിരിച്ച് സീക്ക് 90 മൈനസ് എ കൊസീക്ക് എ. സൈൻ കോസ്, കൊസീക്ക്, സീക്ക്. അടുത്ത ടാൻ കോട്ട്. ടാൻ 90 മൈനസ് എ ഈസ് ഈക്വൽ ടു കോട്ട് എ. തിരിച്ച് കോട്ട് 90 മൈനസ് എ ഈസ് ഈക്വൽ ടു ടാൻ എ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി ഈ സെക്ഷനിലെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു നോക്കാം. എക്സർസൈസ് 8.3. ഇനി നമുക്ക് എക്സർസൈസ് 8.3യിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിന് നേരത്തെ പറഞ്ഞ കോംപ്ലിമെന്ററി ആംഗിൾസ് മാത്രം മതി. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനും മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യും. ഇതിൽ സെക്കൻഡും ഫോർത്തും ഇതേ ടൈപ്പാണ്. ഫസ്റ്റിൻ്റെ അതേ ടൈപ്പാണ് സെക്കൻഡ്, അതുപോലെ തേർഡിൻ്റെ അതേ ടൈപ്പാണ് ഫോർത്ത്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഇത് ചെയ്ത് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സൈൻ 18/cos 72 ഈസ് ഈക്വൽ ടു. അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ രണ്ടും പെയർ ആണോ നോക്കുക. നമുക്കറിയാം കോംപ്ലിമെന്ററി ആംഗിൾസിൽ പെയർസ് വരുന്നത് സൈൻ കോസ്, ടാൻ കോട്ട്, സീക്ക് കൊസീക്ക്. അപ്പോൾ ഇവിടെ ഒരേ ആളുകളിലെ പെയർസ് അല്ലേ, സൈനും കോസും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ പെയർസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരെണ്ണം മാത്രം ചേഞ്ച് ചെയ്യുക. ഒന്നുകിൽ ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യുക. രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നുകിൽ ന്യൂമറേറ്റർ മാത്രം ചേഞ്ച് ചെയ്ത് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ മാത്രം ചേഞ്ച് ചെയ്ത് ആൻസർ ചെയ്യാം. രണ്ടും കൂടി ഒരുമിച്ച് ചേഞ്ച് ചെയ്താൽ ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിലും ചെയ്യാം. ആദ്യം ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ 18 എന്നാണുള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യം സൈൻ 90 മൈനസ് എ ഈസ് ഈക്വൽ ടു കോസ് എ. അതുപോലെ കോസ് 90 മൈനസ് എ ഈസ് ഈക്വൽ ടു ആരാണ്? സൈൻ എ. ശരിയല്ലേ? അപ്പോൾ ഈ സൈൻ 18നെ ഞാൻ എഴുതാൻ പോവാണ്. സൈൻ 18 എന്ന് പറയുന്നത് 90യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 90 മൈനസ് 18, 10 മൈനസ് 8 2, ഇവിടെ ബാക്കി 8 മൈനസ് 1 7. കണ്ടോ?
72 എന്ന് വന്നു അല്ലേ. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ എഴുതി? 90 മൈനസ് 72 എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? സൈൻ 18, ഈ 18 എങ്ങനെ കിട്ടും? 90 മൈനസ് 72 ചെയ്താൽ 90 മൈനസ് 72 എന്ന് പറയുന്നത് ആര് തന്നെയാണ്? 18. അപ്പൊ നമുക്കറിയാം സൈൻ 90 മൈനസ് എ കോസ് എ. അപ്പൊ സൈൻ 90 മൈനസ് എക്ക് പകരം ഇവിടെ എത്ര എഴുതിയേക്കുന്നത്? എക്ക് പകരം ഇവിടെ 72. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ എക്ക് പകരം 72 കൊടുത്താൽ ഇവിടെയും എക്ക് പകരം 72. അതായത് സൈൻ 90 മൈനസ് 72 എന്ന് പറഞ്ഞാൽ ആരാണ്? കോസ് 72 ആണ്. അപ്പോൾ ഇവിടെ ചെറിയ മാറ്റം വരുത്തി സൈൻ 90 മൈനസ് 72 ബൈ ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്താൽ പിന്നെ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യേണ്ട, അങ്ങനെ ഇടുക. ബൈ കോസ് 72 is equal to സൈൻ 90 മൈനസ് എ കോസ് എ. എക്ക് പകരം ഇവിടെ 72. അപ്പോ കോസ് എക്ക് പകരം 72 കോസ് 72 ബൈ കോസ് 72 is equal to ആൻസർ 1. ഇനി ഇപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തത്? ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്താണ് ചെയ്തത്. ഇതേ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഡിനോമിനേറ്റർ മാത്രം ചേഞ്ച് ചെയ്തും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ദാറ്റ് ഈസ് സൈൻ 18 ബൈ കോസ് 72. ന്യൂമറേറ്റർ സെയിം ആക്കിയിട്ടു. സൈൻ 18 ഡിവൈഡഡ് ബൈ താഴെ കോസ്. ഇനി ഇവിടെ 72 അല്ലേ? ഏതാണോ ഉള്ളത് 90യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 90 മൈനസ് ഇവിടെ ഉള്ളത് 72 ആണ്. 90 മൈനസ് 72. 10 മൈനസ് 2 8. 8 മൈനസ് 7 1 18. അപ്പോൾ കോസ് 90 മൈനസ് 18. ഒരു വ്യത്യാസം വന്നില്ല. 90 മൈനസ് 18 എന്ന് പറയുന്നത് ആര് തന്നെയാണ്? 72 തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 18 ബൈ നമുക്കറിയാം കോസ് 90 മൈനസ് എ സൈൻ എ. അപ്പോൾ ഇവിടെ എക്ക് പകരം ഇവിടെ ആരാണ്? 18. കോസ് 90 മൈനസ് 18 കോസ് 90 മൈനസ് 18 ഈസ് ഈക്വൽ ടു ആരായിരിക്കണം? സൈൻ 18 അല്ലേ? കോസ് 90 മൈനസ് 18 സൈൻ 18. അപ്പോൾ ഇതിന് പകരം എനിക്ക് സൈൻ 18 എന്ന് എഴുതാം. സൈൻ 18 ബൈ സൈൻ 18 1. അപ്പോൾ ആൻസർ നമ്മൾ ന്യൂമറേറ്റർ മാത്രം ചേഞ്ച് ചെയ്തും കണ്ടുപിടിച്ചു, ഡിനോമിനേറ്റർ മാത്രം ചേഞ്ച് ചെയ്തും കണ്ടു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കോസ് 48 മൈനസ് സൈൻ 42. കോസ് 48 മൈനസ് സൈൻ 42. വീണ്ടും നമ്മൾ നോക്കേണ്ടത് പെയർ തന്നെയാണോ എന്നാണ്. കോസും സൈനും പെയർ തന്നെയാണല്ലോ. അപ്പോൾ ഒന്നും പേടിക്കാനില്ല. നമ്മൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. ഡിവൈഡ് ചെയ്യാൻ വന്നാലും സബ്ട്രാക്ട് ചെയ്യാൻ വന്നാലും പെയർ ആണോ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചേഞ്ച് ചെയ്യുക. ഒന്നുകിൽ ആദ്യത്തെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നാമത് അങ്ങനെ നിൽക്കട്ടെ. കോസ് 48 മൈനസ് സൈൻ ഈ 42നെ എങ്ങനെ എഴുതാം? 90യുടെ ബേസിലാണ് നമ്മൾ എഴുതുക. 90 മൈനസ് അവിടെയുള്ള നമ്പർ 42 ആണ്. 90 മൈനസ് 42. 10 മൈനസ് 2 8. 8 മൈനസ് 4 4. 48. ഇപ്പൊ എങ്ങനെ എഴുതാം? 90 മൈനസ് 48. ഇതിൽ നിന്ന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. കോസ് 48 കോസ് 48 മൈനസ് മൈനസ് സൈൻ സൈൻ 42. അതിന് പകരം 90 മൈനസ് 48 എന്ന് എഴുതി. 90 മൈനസ് 48 ആര് തന്നെയാണ്? 42 തന്നെയാണ്. ഒരു ചേഞ്ചും ഇവിടെ വന്നിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഞാൻ എഴുതി കോസ് 48 മൈനസ് ഇവിടെ സൈൻ 90 മൈനസ് എ അല്ലെ? എക്ക് പകരം 48. സൈൻ 90 മൈനസ് എ കോസ് എ. അപ്പോ മൈനസ് കോസ് എ എത്രയാണ് ഇവിടെ? എ 48. കോസ് 48. കോസ് 48 മൈനസ് കോസ് 48 ആൻസർ 0. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് രണ്ടാമതാണ് ചേഞ്ച് ചെയ്തത്, ആദ്യത്തെ ചേഞ്ച് ചെയ്തും ചെയ്യാം. അപ്പൊ കോസ് 48നെ ചേഞ്ച് ചെയ്താൽ അതാരാവും? സൈൻ 42 ആവും. സൈൻ 42 മൈനസ് സൈൻ 42 വീണ്ടും 0 കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഷോ ദാറ്റ് ടാൻ 48 ഇൻറ്റു ടാൻ 23 ഇൻറ്റു ടാൻ 42 ഇൻറ്റു ടാൻ 67 ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? പേയേഴ്സ് ആണ്. സൈൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ കോസ് വരും, ടാൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ കോട്ട് വരും, സീക്ക് ആണെങ്കിൽ അതിൻ്റെ കൂടെ കൊസീക്ക് വരും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കി, എല്ലാം ടാൻ തന്നെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കോട്ട് തന്നെ ആയിരിക്കും.
എല്ലാം സൈൻ തന്നെ ആയിരിക്കും, എല്ലാം കോസ് തന്നെ ആയിരിക്കും, അങ്ങനെ എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെ വന്നാൽ നമ്മൾ നോക്കേണ്ടത് ഇതിൽ കോംപ്ലിമെന്ററി ആരൊക്കെയാണെന്ന്. അതായത് കോംപ്ലിമെന്ററി എന്താണ്? സം എത്രയായിരിക്കണം? 90 ആയിരിക്കണം. അപ്പൊ സം 90 ആയ ആംഗിൾസ് ആരൊക്കെയാണെന്ന് നോക്കുക. 48ഉം 23യും ആഡ് ചെയ്താൽ 90 കിട്ടില്ല. പക്ഷേ 48ഉം 42 കൂടെ ആഡ് ചെയ്താൽ 90 ആവും. അപ്പോൾ ഇത് രണ്ടും കോംപ്ലിമെന്ററി ആണ്. അത് രണ്ടും ഒരുമിച്ച് എഴുതണം. ഇനി ബാക്കി നോക്കിയേ, 23യും 67ഉം ആഡ് ചെയ്ത് നോക്കിയേ, അപ്പോഴും ആംഗിൾ എത്ര തന്നെയാണ്? സം 90 ആണ്. 23 പ്ലസ് 67 90 ആണ്. അപ്പോൾ ഇത് രണ്ടും കോംപ്ലിമെന്ററി ആണ്. കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് രണ്ടും ഒരുമിച്ച് എഴുതുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം tan 48, അതിൻ്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് ആരാണ്? tan 42 ഇൻറ്റു, ഇനി ബാക്കിയുള്ളത് tan 23 ഇൻറ്റു വീണ്ടും tan 67. ഓക്കെ, ഇതാണ് നമ്മുടെ ആര്? LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അത് ഈക്വൽ ടു എത്രയെന്നാണ് കിട്ടേണ്ടത്? 1 എന്നാണ് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇത് രണ്ടും നോക്കുക, tan 48ഉം tan 42 രണ്ടും ആംഗിൾ സം 90 ആണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം ചേഞ്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഐഡിയ, ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം ചേഞ്ച് ചെയ്യുക. ഞാൻ ആദ്യത്തെ ചേഞ്ച് ചെയ്യാണ്. tan 90 മൈനസ്, ഇവിടെ 48 ആണ്, അപ്പോൾ 90 മൈനസ് ഇവിടെയുള്ള 48 സബ്ട്രാക്ട് ചെയ്യാം. 90 മൈനസ്, അപ്പോൾ 10 മൈനസ് 8 2, 8 മൈനസ് 4 4, 42 അല്ലേ? അപ്പോൾ tan 48 ആണുള്ളത്, അതിനെ മാറ്റി 90 മൈനസ് 42 ആക്കി. ഒന്നും പറ്റിയില്ല. tan 48, tan 90 മൈനസ് 42 എന്ന് പറഞ്ഞാൽ ശരിക്കും ആര് തന്നെയാണ്? 48 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ചും നമ്മൾ വരുത്തിയിട്ടില്ല. ഇൻറ്റു, മറ്റേതിനെ മാറ്റരുത്. ഒന്നിനെ ചേഞ്ച് ചെയ്താൽ മറ്റേതിനെ അതുപോലെ എഴുതുക. ഇൻറ്റു tan 42 ഇൻറ്റു രണ്ടാമത്തേതിലും രണ്ടെണ്ണം ഉണ്ട്, കോംപ്ലിമെന്ററി ആണ്. അതിലും ഏതെങ്കിലും ഒരെണ്ണം മാത്രം മാറ്റുക. ആദ്യത്തത് മാറ്റുന്നെങ്കിൽ അത് മാത്രം മാറ്റുക, അല്ലെങ്കിൽ രണ്ടാമത്തത് മാത്രം മാറ്റുക. ഞാൻ ആദ്യത്തെ മാറ്റാം. ഇൻറ്റു tan 90 മൈനസ് 23 ആവാൻ, അപ്പോൾ 90 മൈനസ് 23, 10 മൈനസ് 3 7, 8 മൈനസ് 2 6. അപ്പുറത്തുള്ള അത് തന്നെ ആയിരിക്കും. 90 മൈനസ് 67, ചേഞ്ച് ഒന്നും വന്നില്ല. 23, 90 മൈനസ് 67 ആര് തന്നെയാണ്? 23 ഇൻറ്റു വീണ്ടും മറ്റേത് ചേഞ്ച് ചെയ്യരുത്, tan 67. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം tan 90 മൈനസ് എ കോട്ട് എ. അപ്പോൾ tan 90 മൈനസ് എക്ക് പകരം 42, അപ്പോൾ കോട്ട് 42. tan 90 മൈനസ് എ കോട്ട് എ, അപ്പോൾ ഇവിടെ എക്ക് പകരം 42 ആയതുകൊണ്ട് കോട്ട് 42 ഇൻറ്റു ഇവിടെ ആര് തന്നെയാണ്? tan 42 ഇൻറ്റു വീണ്ടും tan 90 മൈനസ് എ കോട്ട് എ, ഇവിടെ എക്ക് പകരം 67, അപ്പോൾ ഇൻറ്റു കോട്ട് 67 ഇൻറ്റു ഇവിടെ ആരാ ഉള്ളത്? tan 67. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാനും കോട്ടും ഇൻവേഴ്സ് ആണ്. അതായത് 1 കോട്ട്, 1 കോട്ട് ആണ് ടാൻ, അല്ലെങ്കിൽ 1 ടാൻ ആണ് കോട്ട്. അപ്പോൾ ഞാൻ ഈ കോട്ടിനെ മാത്രം ചേഞ്ച് ചെയ്തു. 1 ആരാണ്? tan 42. 1 tan 42 ആണ് കോട്ട് 42 ഇൻറ്റു മറ്റത് മാറ്റരുത്, tan 42 ഇൻറ്റു വീണ്ടും കോട്ട് തീറ്റ 1 tan തീറ്റ. അപ്പോൾ കോട്ട് 67 ആരാണ്? 1 tan 67 ഇൻറ്റു അത് മാറ്റരുത്, tan 67. മുകളിൽ tan 42 tan 42, ഇവിടെ tan 67 tan 67. ന്യൂമറേറ്ററിൽ ബാക്കി 1 മാത്രമേ ഉള്ളൂ. ഇസിക്കൽ ടു 1. അത് തന്നെയാണ് നമ്മുടെ ആര്? RHS. അപ്പോൾ LHS ഇസിക്കൽ ടു RHS. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇഫ് tan 2a ഇസിക്കൽ ടു കോട്ട് a മൈനസ് 18 ഫൈൻഡ് a. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എയുടെ വാല്യൂ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താൻ നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം tan 90 മൈനസ് എ ഇസിക്കൽ ടു കോട്ട് എ. തിരിച്ച് കോട്ട് 90 മൈനസ് എ ആണ് tan എ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ
ലെഫ്റ്റ് സൈഡിലുള്ളത് ടാൻ 2a ആണ്. കോട്ട് 90 മൈനസ് എ ടാൻ എ. ഇനി ആലോചിച്ച് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ കോട്ട് 90 മൈനസ് ഞാൻ എക്ക് പകരം ഇവിടെ 2a എന്ന് കൊടുത്താൽ എന്താവും? 90 മൈനസ് 2a. കോട്ട് 90 മൈനസ് ഇവിടെ എ ആണെങ്കിൽ ടാൻ എ അല്ലെ, ഇവിടെ എ വന്നാൽ ഇവിടെ എ. അപ്പോൾ കോട്ട് 90 മൈനസ് എക്ക് പകരം 2a കൊടുത്താൽ ഇവിടെ ആൻസർ എന്തായിരിക്കും? ടാൻ എക്ക് പകരം എന്ത് വരും? 2a. ശരിയല്ലേ? അപ്പോൾ ടാൻ 2a എന്ന് പറയുന്നത് ആരാണ്? കോട്ട് 90 മൈനസ് 2a. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ആരാണ്? ടാൻ 2a ആണുള്ളത്. അപ്പൊ അതിന് പകരം എന്ത് കൊടുക്കാം? കോട്ട് 90 മൈനസ് 2a. ഇവിടെ നിന്ന് ടാൻ 2aക്ക് പകരം കോട്ട് 90 മൈനസ് 2a ഇസ് ഈക്വൽ ടു, റൈറ്റ് സൈഡ് മാറ്റുന്നില്ല, ആര് തന്നെയാണ്? കോട്ട് a മൈനസ് 80. ഇവിടെ നോക്കി, കോട്ട് 90 മൈനസ് 2a ഇസ് ഈക്വൽ ടു കോട്ട് a മൈനസ് 80 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആംഗിളും എന്തായേ പറ്റൂ? ഈക്വൽ ആയേ പറ്റൂ. കോട്ട് ആംഗിൾ ഇസ് ഈക്വൽ ടു കോട്ട് ആംഗിൾ. രണ്ടിന്റെയും ഈ വാല്യൂ ഈക്വൽ ആവുന്നത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആകുമ്പോഴല്ലേ? അപ്പോൾ ഇതിനകത്തുള്ളതും ഈക്വൽ ആയിരിക്കും. അതായത് 90 മൈനസ് 2a ഈക്വൽ ടു, ഇവിടെ ആംഗിൾ ആരാണ്? a മൈനസ് 80. ഇനി a ഉള്ളതെല്ലാം ഒരു സൈഡില്, a ഇല്ലാത്ത നമ്പർ എല്ലാം ഒരു സൈഡില്. 90 മാത്രം ഇവിടെ, മൈനസ് 18 ഇപ്പുറത്ത് വന്നാൽ പ്ലസ് 18 ഇസ് ഈക്വൽ ടു, ഇവിടെ a എവിടെ ഉണ്ടായിരുന്നു? മൈനസ് 2a അപ്പുറത്ത് പോയാൽ പ്ലസ് 2a പ്ലസ് 2a. 90 പ്ലസ് 18 108 ഇസ് ഈക്വൽ ടു 1a പ്ലസ് 2a. എത്ര a ആണ്? 3a. 3a ഇസ് ഈക്വൽ ടു 108. അപ്പൊ a കിട്ടാൻ ഇൻറ്റു 3 ആണ്, ഇവിടുത്തെ കൊണ്ടൊന്ന് ഡിവൈഡ് ആവും. 108 ബൈ 3 ആണ് a. ഡിവൈഡ് ചെയ്ത് നോക്കുക, അവിടുന്ന് a ഈസ് ഈക്വൽ ടു നമുക്ക് 36 എന്ന് കിട്ടും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ടാൻ എ ഈസ് ഈക്വൽ ടു കോട്ട് ബി, പ്രൂവ് ദാറ്റ് a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90. ടാൻ എയും കോട്ട് ബിയും ഈക്വൽ ആണെങ്കിൽ എയുടെയും ബിയുടെയും കൂടെ സം 90 ആയിരിക്കണം. അല്ലെങ്കിൽ എയും ബിയും, ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: ഇഫ് ടാൻ എ ഈസ് ഈക്വൽ ടു കോട്ട് ബി, ദെൻ പ്രൂവ് ദാറ്റ് എ ആൻഡ് ബി ആർ കോംപ്ലിമെന്ററി ആംഗിൾസ്. അതായത് നമുക്കറിയാം കോംപ്ലിമെന്ററി ആംഗിൾസ് ആവണമെങ്കിൽ സം എത്രയായിരിക്കണം? 90. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 എന്നും ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എ ആൻഡ് ബി ആർ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നും ചോദിക്കാം. ഇതേ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലും ചോദിക്കാം. നോക്കാം. ടാൻ എ ഈസ് ഈക്വൽ ടു കോട്ട് ബി. ഒരു സൈഡ് മാത്രമേ ചേഞ്ച് ചെയ്യാവൂ, കാര്യം ടാനും കോട്ടും എന്താണ്? കോംപ്ലിമെന്ററി ആണ്. പഠിച്ചിട്ടുണ്ട്, സൈനും കോസും, ടാനും കോട്ടും, സീക്കും കൊസീക്കും. അപ്പോൾ ഇവിടെ ടാനും കോട്ടും. ഇതിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കോട്ട് 90 മൈനസ് എ എന്നാക്കി. കാര്യം നമുക്ക് ഇക്വേഷൻ അറിയാം, ടാൻ 90 മൈനസ് എ ആണ് കോട്ട് എ. അതുപോലെ കോട്ട് 90 മൈനസ് എ ആണ് ടാൻ എ. ഇതിൽ ഏത് കൊടുത്താലും മതി. കോട്ട് എക്ക് പകരം ടാൻ 90 മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ കിട്ടും. ടാൻ എക്ക് പകരം കോട്ട് 90 മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ കിട്ടും. നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ടാൻ എക്ക് പകരം ഞാൻ കോട്ട് 90 മൈനസ് എ കൊടുക്കുകയാണ്. അപ്പോൾ ടാൻ എക്ക് പകരം കോട്ട് 90 മൈനസ് എ ഈസ് ഈക്വൽ ടു, ഇപ്പുറത്ത് വന്ന് തന്നെ കോട്ട് ബി. കോട്ട്. അപ്പൊ ആംഗിൾസ് എന്തായേ പറ്റൂ? ഈക്വൽ. അതായത് 90 മൈനസ് എ ഈസ് ഈക്വൽ ടു ബി അല്ലേ? അപ്പൊ 90 ഇവിടെ നിൽക്കട്ടെ, ഈസ് ഈക്വൽ ടു ബി ഇവിടെ ഉണ്ട്, മൈനസ് എ അപ്പുറത്ത് പോയാൽ പ്ലസ് എ. അല്ലെങ്കിൽ ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? എ പ്ലസ് ബി. ഓർ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90. അതല്ലേ പ്രൂവ് ചെയ്യാണ്ടായിരുന്നേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് എ ബി ആൻഡ് സി ആർ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ. അപ്പോൾ എയും ബിയും സിയും ഒരു ട്രയാംഗിളിന്റെ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഒരു ട്രയാംഗിൾ എ ബി സി, എ ഒരു ആംഗിൾ, ബി ഒരു ആംഗിൾ, സി ഒരു ആംഗിൾ. അങ്ങനെയാണെങ്കിൽ സൈൻ ബി പ്ലസ് സി ബൈ 2 ഈസ് ഈക്വൽ ടു കോസ് എ ബൈ 2 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം, ഒരു ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ സം എപ്പോഴും 180 ആയിരിക്കും. അതായത് ആംഗിൾ എ പ്ലസ്
ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എത്രയായിരിക്കും? 180. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വി നോ, നമുക്കറിയാം, വി നോ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 അല്ലേ? ഇനി ഈ പ്ലസ് എ ഞാൻ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം. ബാക്കി ആര് വരും? ഇവിടെ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു പ്ലസ് എ അപ്പുറത്ത് പോയി 180 മൈനസ് എ എന്നായി. ഇനി രണ്ട് സൈഡിലും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആരായി? ബി പ്ലസ് സി ബൈ 2 ഈസ് ഈക്വൽ ടു 180 മൈനസ് എ ബൈ 2. ഒന്നും ചേഞ്ച് ചെയ്യില്ല. ഇവിടെ ബി പ്ലസ് സി ബൈ 2 ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ബി പ്ലസ് സി ബൈ 2ലേക്ക് കൊണ്ടുവന്നത്. ഇനി ബി പ്ലസ് സി ബൈ 2 ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ 2 ഡിനോമിനേറ്റർ 180ക്കും എക്കും കൂടെ ഉള്ള കോമൺ ഡിനോമിനേറ്റർ ആണ്. നമുക്കിതിനെ രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കാമല്ലോ. ഈ 2 180ക്കും ഉള്ളതാണ്, അതുപോലെ ഈ 2 എക്കും ഉള്ളതാണ്. അപ്പോൾ ഞാൻ കൊടുത്തു 180 ബൈ 2 മൈനസ് എ ബൈ 2. കോമൺ ഡിനോമിനേറ്റർ നമ്മൾ എഴുതും 180 മൈനസ് എ ബൈ 2 അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു. സി ബൈ 2 ഇസ് ഈക്വൽ ടു 180 ബൈ 2 എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ 90 മൈനസ് എ ബൈ 2 അല്ലേ? അപ്പോൾ ഇനി ഇവിടെ രണ്ട് സൈഡിലും ഞാൻ സൈൻ എടുക്കാൻ പോവാണ്. രണ്ട് സൈഡിലും സൈൻ, ഈ ആംഗിളിന്റെ സൈൻ, അതായത് സൈൻ ബി പ്ലസ് സി ബൈ 2 ഈ സൈഡിലെ സൈൻ എടുത്തു എങ്കിൽ അതേ കാര്യം ഒരു സൈഡ് നമുക്ക് ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഒരേ കാര്യം ചെയ്യണം. അപ്പൊ ഇവിടെ സൈൻ എടുത്താൽ അപ്പുറത്ത് കൊടുക്കണം. സൈൻ 90 മൈനസ് എ ബൈ 2 അപ്പൊ എന്താവും? സൈൻ ബി പ്ലസ് സി ബൈ 2 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സൈൻ 90 മൈനസ് എ എന്ന് പറഞ്ഞാൽ കോസ് എ. അപ്പൊ ഇവിടെ എ വന്നാൽ ഇവിടെ എ. ഇവിടെ എന്താണ്? സൈൻ 90 മൈനസ് എ ആയിരുന്നെങ്കിൽ കോസ് എ. സൈൻ 90 മൈനസ് 2a ആണെങ്കിൽ കോസ് 2a. ഇവിടെ അതെന്താണ്? എ ബൈ 2 ആണ്. അപ്പോൾ സൈൻ 90 മൈനസ് എ ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് എ ബൈ 2 ഈസ് ഈക്വൽ ടു കോസ് എ ബൈ 2. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നേ? സൈൻ ബി പ്ലസ് സി ബൈ 2 ഈസ് ഈക്വൽ ടു കോസ് എ. ഇനി ഈ എക്സർസൈസിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ഉറപ്പായിട്ടും കിട്ടും.